പരിശുദ്ധതയുടെ പറുദീസയിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇന്ന് വിശുദ്ധ റോസ്, ലിമയിലെ വിശുദ്ധ റോസിനെ കുറിച്ചാണ് നാം ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ ശ്രവിക്കുക. വളരെ ചുരുങ്ങിയ കാലം ഈ ഭൂമിയിൽ ജീവിച്ച് ക്രിസ്തുവിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും പരത്തി പറന്നകുന്ന ഒരു ചെറുപ്പക്കാരിയായ ഒരു വിശുദ്ധയാണ് വിശുദ്ധ റോസ്. റോസ് ജനിക്കുന്ന 1586 ഏപ്രിൽ 20 പെറുവിലെ ലിമ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഗാസ്പർ മേരി ഒളീവിയ ദമ്പതികളുടെ മകളാണ് റോസ്. റോസിൻ്റെ യഥാർത്ഥ പേര് ബാപ്റ്റിസം അല്ലെങ്കിൽ മാമോദിസ പേരെന്ന് പറയുന്നത് ഇസബെൽ എന്നായിരുന്നു. റോസിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുക, ആ ഒരു പേര് കിട്ടാനായിട്ട് മറ്റൊരു കാരണം കൂടി പറയുന്നുണ്ട്. കുഞ്ഞ് ജനിച്ച് ഏകദേശം തൊട്ടിലിൽ കിടക്കുന്ന ആ ഒരു പ്രായത്തിൽ പുറത്തു നിന്നുള്ളവർ ഇവളെ കാണാനായിട്ട് വരുന്ന സമയത്ത് റോസിൻ്റെ ആ കുഞ്ഞിൻ്റെ മുഖത്ത് റോസപ്പൂവിൻ്റെ അടയാളം കണ്ടിരുന്നു എന്നാണ് പറയുക. അപ്പോൾ അന്ന് മുതലാണ് എല്ലാവരും അവളെ ഇസബെൽ എന്നുള്ള പേരിൽ നിന്ന് റോസ് എന്ന് വിളിക്കാനായിട്ട് തുടങ്ങിയത്. അങ്ങനെയാണ് റോസിന് ആ ഒരു പേര് ലഭിക്കുക. കുഞ്ഞു റോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ കുട്ടികളിൽ കാണുന്ന പോലെയുള്ള കരച്ചിലോ വാശിയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും റോസ് കാണിച്ചിരുന്നില്ല. ചെറുപ്പം മുതൽ തന്നെ അവളുടെ സ്വഭാവത്തിൽ തന്നെ വളരെയേറെ പ്രത്യേകതകൾ കണ്ടിരുന്നു. ഇങ്ങനെയാണ് പറയുക, അവൾ മറ്റു കുട്ടികളെ പോലെ എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ അവളിങ്ങനെ വാവിട്ട് കരയുന്ന സ്വഭാവമൊന്നും അവൾക്കുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ അതിനെക്കുറിച്ചൊരു സംഭവം ഇങ്ങനെ പറയുക. അവൾക്ക് ഏകദേശം ഒരു 3 വയസ്സ് പ്രായമായപ്പോൾ ഒരിക്കൽ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവളുടെ വിരൽ ഒരു പെട്ടിയുടെ ഇടയിൽ പെട്ടുപോയി. അത് പെട്ടെന്ന് പെട്ടി അടഞ്ഞ് അവളുടെ വിരൽ അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് അതിൽ മുറിവുണ്ടായി. പക്ഷേ സാധാരണ കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും വാവിട്ട് കരയും. പക്ഷേ നമ്മുടെ കുഞ്ഞു റോസ് ആ ഒരു വേദന ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അവൾ ക്ഷമയോടെ അത് സഹിച്ചു ഒട്ടും കരയാതെ നിന്നു എന്നാണ് പറയുക. എന്നിട്ട് അവളുടെ ആ വിരൽ പഴുത്ത് ആ വിരലിൽ നിന്ന് ആ നഖം മുറിച്ചു മാറ്റുന്ന അവസ്ഥയിൽ പോലും അവൾ ഒട്ടും തന്നെ കരയാതെ ആ ഒരു സഹനങ്ങൾ, ആ ചെറുപ്പത്തിൽ തന്നെ ആ സഹനങ്ങളൊക്കെ അവൾ വളരെ ക്ഷമാപൂർവ്വം സഹിച്ചിരുന്നു എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു റോസ് ചെറിയ പ്രായത്തിൽ തന്നെ സഹനങ്ങളൊക്കെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കാനായിട്ട് അവൾക്ക് വലിയൊരു കൃപ ലഭിച്ചിരുന്നു. അതുമാത്രമല്ല, അവളുടെ മാതാപിതാക്കൾ അവളെ വളരെ ആഴമായ വിശ്വാസത്തിലാണ് വളർത്തിയിരുന്നത്. ആത്മീയമായ കാര്യങ്ങളിൽ മാതാപിതാക്കളെക്കാൾ കൂടുതൽ അവളെ ചെറുപ്പം മുതൽ വിശ്വാസത്തിൽ വളർത്താനായിട്ട് അവളെ സഹായിച്ചത് അവളുടെ ആയയാണ്. അപ്പോൾ അതിനൊരു കാരണം ഇങ്ങനെ പറയാം, അവൾക്ക് ചെറുപ്പത്തിലെ തന്നെ നന്നായി എഴുതാനും വായിക്കാനും ഒക്കെ വളരെയേറെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവളെ ദൂരെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമൊന്നും അവരുടെ കുടുംബത്തിലുണ്ടായിരുന്നില്ല. അവളുടെ മാതാപിതാക്കൾ കർഷകരായിരുന്നു. പല തിരക്കുകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇവളുടെ പഠന കാര്യത്തിൽ ശ്രദ്ധിക്കാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നില്ല. അപ്പോൾ ഇവൾ ഇങ്ങനെ പഠിക്കാനുള്ള ഒരു താല്പര്യമൊക്കെ പ്രകടിപ്പിച്ചു തുടങ്ങിയപ്പോൾ മാതാപിതാക്കൾ അവളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനും അവളെ പഠനത്തിൽ മികവ് പുലർത്താനൊക്കെ ആയിട്ട് അവർ തന്നെ ഒരു ആയ അവൾക്ക് വേണ്ടിയിട്ട് നൽകുകയാണ്. അങ്ങനെ ഈ ആയയാണ് ഇവളെ കൂടുതൽ ആത്മീയമായിട്ട് വളരുവാനായിട്ടും അതോടൊപ്പം തന്നെ മറ്റു അവളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നത്. പക്ഷേ പഠിക്കാനായിട്ട് ഇവൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ നന്നായി പഠിച്ചിരുന്നു, അങ്ങനത്തെ ഒരു സാഹചര്യം അവൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആയ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് അവളെ പഠിപ്പിച്ചു. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആയ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഉണ്ണീശോയെ അങ്ങേ സ്നേഹിക്കുവാനും അങ്ങേ അറിയുവാനും എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് കുഞ്ഞു റോസിൻ്റെ അടുത്ത് പറയുമായിരുന്നു. അങ്ങനെ അവൾ അത് വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഉണ്ണീശോയെ അവൾ കുഞ്ഞിലെ തന്നെ അവളുടെ സ്വന്തം ഒരു കൂട്ടുകാരനെ പോലെയാണ് അവൾ മനസ്സിൽ കണ്ട് പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ ഒരിക്കലും ഒരു സംഭവം ഇങ്ങനെ പറയാം, അവളുടെ ചേട്ടനാണ് എപ്പോഴും അവളുടെ കൂടെ കളിക്കാനൊക്കെ ആയിട്ട് എപ്പോഴും പുറത്തു പോകുന്നത്. അങ്ങനെ ഒരു ദിവസം കളിക്കാനായിട്ട് അവളുടെ ചേട്ടനെ വിളിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ അവളോട് പറയും, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ്, അവളോടൊപ്പം കളിക്കാൻ പോകാതെ. അങ്ങനെ ഈ ഒരു സാഹചര്യം വരുമ്പോൾ കുഞ്ഞു റോസിന് എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ അവൾ വളരെ വിഷമിച്ച് തന്നെ മുറ്റത്ത് കളിക്കാനായിട്ട് ചെല്ലുമ്പോൾ പെട്ടെന്ന് വളരെ ഒരു സുന്ദരനായ ഒരു ബാലൻ അവളോടൊപ്പം കളിക്കാനായിട്ട് അവളോടൊപ്പം അവിടെ വരികയാണ്. അങ്ങനെ അവളുടെ കൂടൊപ്പം കളിക്കുന്നുണ്ട്. അപ്പോൾ കളിയുടെ പല അവസരങ്ങളിലും ആ ബാലൻ പലപ്പോഴും അതിൽ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ ആ പരാജയപ്പെട്ടു പോകുന്ന സമയങ്ങളിലെല്ലാം സാധാരണ കുട്ടികളെ പോലെ വിഷമിക്കുകയോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യാതെ ഓരോ പ്രാവശ്യം താൻ പരാജയപ്പെടുമ്പോഴും ആ ബാലൻ കുഞ്ഞു റോസിനെ എപ്പോഴും പ്രശംസിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. അങ്ങനെ ഈ ബാലൻ എല്ലാ കാര്യത്തിലും അവളെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ അവൾക്ക് അത് കഴിഞ്ഞ് അവരുടെ കളിയൊക്കെ കഴിഞ്ഞ് അവർ ബാലൻ തിരിച്ചു പോകാനായിട്ട് തുടങ്ങുമ്പോൾ അവൾ പേര് ചോദിക്കും ആരാണെന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ബാലനും ചോദിക്കുന്നുണ്ട് നിൻ്റെ പേരെന്താണെന്ന്. അപ്പോൾ റോസ് പറയും എൻ്റെ പേര് ഈശോയുടെ റോസ് എന്ന് പറയും. നിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ആ ബാലൻ പറയും റോസിൻ്റെ ഈശോ എന്ന് പറയും. അങ്ങനെയാണ് ഇവളോടൊപ്പം കളിക്കാനായിട്ട് എപ്പോഴും കൂടെ വരുന്നത് ഉണ്ണീശോയാണെന്നുള്ള ഒരു തിരിച്ചറിവ് ലഭിക്കുന്നത്. അങ്ങനെ പല അവസരങ്ങളിലും ഇതുപോലെ ഈശോയുടെ സാന്നിധ്യം അവൾക്ക് യഥാർത്ഥത്തിൽ തന്നെ ചെറുപ്പം മുതലേ അവൾക്ക് അനുഭവപ്പെട്ടിരുന്നു. ഈശോ കൂടെ കളിക്കുന്ന നിരവധി സംഭവങ്ങൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈശോയോടൊപ്പമുള്ള ഒരു ജീവിതത്തിൽ അവൾക്ക് അപ്പോൾ ഒരിക്കലും ഒരു കളിയുടെ ഇടയ്ക്ക് ഇതുപോലെ ഈശോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൾ പറയും എനിക്ക് എന്നെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് ഈശോയോട് അവൾ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഇതുപോലെയുള്ള പല പല അവസരങ്ങളിലായിട്ട് ഇവൾ കുറേശ്ശെ ഈശോയിൽ നിന്ന് അവൾ എഴുതാനും വായിക്കാനൊക്കെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ വീട്ടിൽ ഈ സംഭവങ്ങളൊന്നും വീട്ടുകാർ അറിയുന്നില്ല. പിന്നെ ഒരിക്കലും അവൾ വീട്ടിൽ വന്ന് ഇതുപോലെ പുസ്തകം എടുത്ത് വായിക്കുമ്പോഴാണ് അവർ റോസ് വായിക്കാനായിട്ട് തുടങ്ങിയെന്നുള്ള കാര്യം അറിയുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് നിന്നെ ഇത് ആരാണ് പഠിപ്പിക്കുന്നത്, ആരാ പഠിപ്പിച്ചതെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റോസ് പറയുന്നു എന്നെ ഈശോയാണ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞ് അവരോട് പറയുന്നു. പക്ഷെ അവർക്ക് അവളുടെ പറയുന്ന കാര്യത്തിൽ അത്ര ഒരു ഉറപ്പ് അവർക്ക് തോന്നിയില്ല. അവൾ സത്യസന്ധമായിട്ടാണോ പറയുന്നതെന്ന് അവർക്ക് സംശയം തോന്നി. അങ്ങനെ അവർ മറ്റൊരു പുസ്തകം അവൾക്ക് വായിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൾ അതെടുത്ത് വെച്ച് വായിക്കുന്നു. അതെല്ലാം വളരെ ഭംഗിയായിട്ട് അവൾ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ വായിക്കാനൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോഴാണ് വീട്ടുകാർക്കൊക്കെ മനസ്സിലാകുന്നത്, അതായത് ഈശോ ഇവളെ സന്ദർശിക്കുന്നുണ്ടെന്നും ഈശോ ഇവൾക്ക് എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ കാര്യങ്ങൾ വീട്ടിലും അവളുടെ മാതാപിതാക്കളും മറ്റുള്ളവരൊക്കെ തിരിച്ചറിയുന്നത് ആ ഒരു അവസരത്തിലാണ്. അങ്ങനെ നിരവധി സംഭവങ്ങളാണ് റോസിൻ്റെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ ഈശോയായിട്ടുള്ള ഒരു മീറ്റിങ്സ്, ഈശോയായിട്ട് ഉള്ള കണ്ടുമുട്ടലുകൾ ഉള്ള ഒരുപാട് അനുഭവങ്ങൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ റോസ് കൗമാര പ്രായത്തിലേക്ക് കടക്കുകയാണ്. റോസിനെ കുറിച്ച് പറയാൻ വളരെ സുന്ദരിയായൊരു കുട്ടിയായിരുന്നു റോസ്. അവളുടെ സൗന്ദര്യം, കാരണം അവളുടെ ആകർഷകമായ സൗന്ദര്യം, അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള അവളുടെ ഒരു പെരുമാറ്റ രീതിയും കൊണ്ട് തന്നെ ഒത്തിരി പേര് അവളിലേക്ക് ആകർഷിക്കപ്പെട്ടിരുന്നു. അങ്ങനെ റോസ് ഈ ഒരു കൗമാര കാലഘട്ടത്തിൽ ആയിരുന്നപ്പോൾ ആ ഒരു സമയത്താണ് ഇതുപോലെ ചേട്ടനുമായിട്ടുള്ള ഒരു കളിയുടെ ഇടയ്ക്ക് ചേട്ടൻ ഇങ്ങനെ പള്ളിയിൽ അച്ഛൻ്റെ റോൾ എടുത്ത് ഇങ്ങനെ പ്രസംഗിക്കുന്ന ആ ഒരു റോള് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു സീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രസംഗിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്, ചിലർ ബാഹ്യ അലങ്കാരങ്ങൾക്കാണ്, ആത്മീയ സൗന്ദര്യത്തെക്കാൾ ബാഹ്യ അലങ്കാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു എന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ അവൾക്ക് പെട്ടെന്ന് അവളുടെ മനസ്സിനെ അതങ്ങ് നന്നായിട്ട് സ്പർശിക്കുന്നുണ്ട്. കാര്യം റോസിന് നല്ല സൗന്ദര്യം ഉണ്ടായിരുന്നു. നീണ്ട മുടിയെക്കുറിച്ചൊക്കെ ചേട്ടൻ ഇങ്ങനെ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവൾക്ക് നല്ല നീണ്ട ഭംഗിയുള്ള മുടിയുണ്ട്. അവൾക്ക് വളരെ വളരെ കരുതലോടുകൂടിയാണ് അവളുടെ ആ ഒരു മുടിയൊക്കെ പരിപാലിച്ചിരുന്നത്. ചേട്ടൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ അവൾക്ക് പെട്ടെന്ന് അവളെ ചെയ്യുന്നതിൽ എന്തോ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തോ താൻ കൂടുതലായിട്ട് ചെയ്യുന്ന പോലൊരു തോന്നൽ അവളുടെ ഉള്ളിലുണ്ടായി. അങ്ങനെ കളിക്കുന്നതിനിടയ്ക്ക് ചേട്ടൻ ചെളി വാരി എറിയുന്നു. അതിനെ അവൾ വിഷമിച്ച് ചെളി അവളുടെ മുടിയിൽ വീഴുന്നുണ്ട്. അതിനെ തിരിച്ച് അവൾ വിഷമിച്ച് വീട്ടിലേക്ക് ഓടിപ്പോവുകയും ആദ്യം ചേട്ടനോട് ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവൾ സ്വന്തമായിട്ടൊരു അവലോകനം നടത്തുന്നുണ്ട്. സ്വന്തമായിട്ടൊന്ന് വിചിന്തനം ചെയ്ത് കഴിയുമ്പോൾ അവൾക്ക് മനസ്സിലാകുന്നുണ്ട് താൻ ഈശോയേക്കാൾ പ്രാധാന്യം തൻ്റെ സൗന്ദര്യത്തിന് കൊടുക്കുന്നുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് അന്നത്തെ ദിവസം അവൾക്ക് ലഭിക്കുകയാണ്. അവൾ ചേട്ടന് പൂർണ്ണമായിട്ടും ക്ഷമ നൽകുന്നു. പക്ഷേ അതിനു മുമ്പ് ചേട്ടൻ അവളെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു സംഭവം നടക്കുകയാണ്. അവൾ പെട്ടെന്ന് തന്നെ ആത്മശോധന ചെയ്ത് ഉടനെ തന്നെ തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ അവളുടെ കണ്ണുകൾ നേരെ അവിടെ ഇരിക്കുന്ന കത്രികയിലേക്കാണ് പോയത്. അവൾ ആ കത്രിക എടുത്ത് അവളുടെ മുടി, ആ നീളമുള്ള മുടി അവൾ മുറിച്ചു. ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഈശോയെക്കാൾ പ്രാധാന്യം നൽകുന്ന ഒന്നും തൻ്റെ ജീവിതത്തിന് വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിക്കൊണ്ട് അവൾ ആ മുടി മുറിച്ചു. അപ്പോൾ ചേട്ടൻ വരുമ്പോൾ ഈ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് ചേട്ടൻ കാണുന്നത്. ചേട്ടന് വളരെ ഇഷ്ടമായിരുന്നു അനിയത്തിയുടെ ആ ഒരു മുടിയും സൗന്ദര്യമൊക്കെ. അപ്പോൾ ചേട്ടൻ ഇതെന്താ ചെയ്തതെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അവൾ ചെയ്ത കാര്യത്തിൽ അവൾക്ക് യാതൊരു കുറ്റബോധമോ അങ്ങനെ ഒന്നുമില്ല. താൻ ശരിയായ കാര്യമാണ് ചെയ്തത് എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ അവൾ കാരണം ചേട്ടനോട് പറയുന്നുണ്ട്. ചേട്ടന് ക്ഷമയും നൽകുന്നുണ്ട്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഇതുപോലെ
കുഞ്ഞു റോസിൻ്റെ ജീവിതത്തിൽ നടക്കുന്നു. കുഞ്ഞു റോസ് കൗമാര കാലഘട്ടം കഴിഞ്ഞ് യൗവനത്തിലെത്തുമ്പോഴും ഇതിനേക്കാൾ ഉപരിയായിട്ടുള്ള പ്രലോഭനങ്ങളും ഈശോയിൽ നിന്ന് അകറ്റാൻ സാധ്യതയുള്ള ഒത്തിരി അനുഭവങ്ങൾ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അവളുടെ യൗവന കാലഘട്ടത്തിൽ ആരെങ്കിലും ഇതുപോലെ അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നതെന്ന് അവൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും അങ്ങനെ പുകഴ്ത്തി പറയുന്നത് കണ്ടാൽ തന്നെ അവൾക്ക് കേട്ടാൽ തന്നെ അവൾ ഉടനെ തന്നെ പോയി തൻ്റെ മുഖം വികൃതമാക്കുകയും മറ്റുള്ളവരുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കാത്ത വിധത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവൾ ചെയ്യുമായിരുന്നു. അതിലൊന്നായിരുന്നു മുഖത്ത് കുരുമുളക് പൊടി പുരട്ടുക, അല്ലെങ്കിൽ ചുണ്ണാമ്പ് തേക്കുക. അങ്ങനെ വളരെ കർക്കശത്തോടു കൂടിയാണ് അവൾ അവളുടെ ശരീരത്തോട് പെരുമാറിയിരുന്നത്. അപ്പോൾ മറ്റുള്ളവരെ തൻ്റെ സൗന്ദര്യം മറ്റുള്ളവരെ ആകർഷിക്കുന്നതെന്ന് കാണുമ്പോൾ അവളുടെ ആ ഒരു മറ്റുള്ളവരുടെ ശ്രദ്ധ ഈശോയിലേക്ക് തിരിക്കണം, അല്ലെങ്കിൽ തനിക്ക് താൻ എപ്പോഴും ഈശോയുടേത് മാത്രമായിരിക്കണം എന്നുള്ളൊരു ചിന്ത അവളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇത്തരം കഠിനമായ പ്രായശ്ചിത്ത പ്രവൃത്തികൾ അവൾ എടുത്തിരുന്നു. അങ്ങനെ പലപ്പോഴും ഇവൾക്ക് നല്ല വിവാഹാലോചനകളൊക്കെ വന്നിരുന്നു. വിവാഹ അഭ്യർത്ഥനകളെല്ലാം തന്നെ അവൾ സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് ഉണ്ടായത്. ഒരിക്കലും ഒരു നല്ലൊരു പ്രപ്പോസൽ അവൾക്ക് വരികയും അവളുടെ വീട്ടുകാരുൾപ്പെടെ അവൾക്ക് ആ ഒരു ആലോചനയുമായി മുന്നോട്ട് പോകാനായിട്ട് താല്പര്യം പറയുമ്പോഴും റോസ് വളരെ കർശനമായി തന്നെ അവളുടെ ആ ഒരു നിലപാടിൽ നിൽക്കുകയാണ്. കാര്യം റോസിൻ്റെ കാര്യത്തിൽ അവൾ പറയുന്നത് ഇങ്ങനെയാണ്: അവൾ 5 വയസ്സ് പ്രായമായിരിക്കുമ്പോൾ തന്നെ ഈശോയ്ക്ക് തൻ്റെ കന്യാത്വം സമർപ്പിച്ചു, അവൾ കന്യാവ്രതം സ്വീകരിച്ചിരുന്നു എന്നാണ്. അപ്പോൾ ആ ഒരു തീരുമാനത്തിൽ അവൾക്ക് മരണം വരെ ഉറച്ചു നിൽക്കണമെന്നുള്ളൊരു ഉത്തമ ബോധ്യം അവൾക്കുണ്ടായിരുന്നു. അതിനാൽ തന്നെ അവൾ തന്നെ ഒട്ടും തന്നെ തൻ്റെ ആ ഒരു ദൃഢനിശ്ചയത്തിൽ നിന്ന് പിന്മാറാതെ തന്നെ അവൾ മുന്നോട്ട് പോയി. പിന്നെ തുടർന്ന് അവൾ വീട്ടുകാരോട് തനിക്ക് ഒരു സന്യാസിനിയായി തീരണം എന്നുള്ള ഒരു ആഗ്രഹം അവൾ പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ അവളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇൻകാർണേഷൻ സഭയിൽ ചേർന്ന് അവളുടെ ഒരു സന്യാസ ജീവിതം തുടരണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. അങ്ങനെ തൻ്റെ സഹോദരനുമായിട്ട് അവൾ പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ ആ ഒരു തീരുമാനത്തോട് ചേർന്ന് തന്നെ വീട്ടുകാരും മുന്നോട്ട് പോകുന്നു. അങ്ങനെ അവളും അവളുടെ ചേട്ടനും കൂടെ ഇങ്ങനെ ഇതുപോലെ അവൾക്ക് കന്യാസ്ത്രീ ആകണമെന്നുള്ള ഒരു തീരുമാനം എടുത്തതിനാൽ അവളെയും കൊണ്ട് ചേട്ടൻ ഇൻകാർണേഷൻ സഭയിലേക്ക് യാത്ര പോവുകയാണ്. അവരങ്ങനെ അന്ന് നടന്നു പോകുന്ന വഴിയിൽ ഡൊമിനിക്കൻ സഭയുടെ ഒരു ആശ്രമത്തിൽ കയറുന്നുണ്ട്. അവിടെ കയറി അവൾ മുട്ടുകുത്തി ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. കുരിശുരൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇൻകാർണേഷൻ സഭയിൽ ചേരാനുള്ള തൻ്റെ ആഗ്രഹമെല്ലാം സമർപ്പിച്ച് അന്ന് ദിവസം ആ ഒരു ചാപ്പലിൽ നിന്ന് അവൾ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അവൾ എണീക്കാൻ നോക്കുമ്പോൾ അവൾക്ക് എണീക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുകയാണ്. അവൾ നന്നായിട്ട് ശ്രമിച്ചു, പക്ഷേ ആ മുട്ടുകുത്തി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അവൾക്ക് യാതൊരു കാരണവശാലും എണീക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ചേട്ടൻ വന്ന് അവളെ അവിടെ നിന്ന് പിടിച്ച് എണീപ്പിക്കാൻ നോക്കുന്നുണ്ട്, അപ്പോഴും നടക്കുന്നില്ല. അങ്ങനെ ദൈവം തന്നോട് എന്തോ സംസാരിക്കാനായിട്ട് ഇതിൽ നിന്ന് ആഗ്രഹിക്കുകയാണെന്ന് അവൾ തിരിച്ചറിയുകയാണ്. അങ്ങനെ അവൾ അവിടെ നിന്ന് താൻ എന്താണ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നതിനെക്കുറിച്ച് അവളൊന്ന് അവലോകനം ചെയ്തു. അപ്പോൾ മനസ്സിലായി, ഈ ഒരു സഭയിലേക്ക് ചേരുന്നതിനെക്കുറിച്ചായിരുന്നല്ലോ താൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ തീരുമാനം ഒരുപക്ഷെ മറ്റൊന്നായിരിക്കുമോ എന്നുള്ള ചിന്ത അവൾക്ക് മനസ്സിലേക്ക് വരികയും ദൈവത്തിൻ്റെ തീരുമാനത്തിന് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാനായിട്ട് അവൾ അവിടെ വെച്ച് തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പൂർണ്ണമായിട്ടും ഇൻകാർണേഷൻ സഭയിൽ ചേരാനുള്ള തൻ്റെ ഒരു ആഗ്രഹം അവൾ ഈശോയ്ക്ക് സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവൾ എണീക്കാൻ നോക്കുമ്പോഴത്തേക്കും അവൾക്ക് വളരെ ഈസിയായിട്ട് തന്നെ എണീറ്റ് പോരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി കാര്യം കർത്താവ് ആഗ്രഹിക്കുന്നത് മറ്റൊന്നാണെന്നുള്ളൊരു കാര്യം അവൾക്ക് മനസ്സിലാകുകയും അവരവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി പോവുകയും ചെയ്യുന്നു. അങ്ങനെ പോകുന്ന വഴിക്കാണ് അവൾക്ക് ഒരു ബോധ്യം കിട്ടുന്നത്, കർത്താവ് വേറൊരു വഴിയാണ് തനിക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന്. അങ്ങനെ ഡൊമിനിക്കൻ സഭയുടെ 3-ാം സഭയിൽ അംഗമായി ചേരുവാനായിട്ട് അവൾ അവിടെ വെച്ച് തീരുമാനമെടുക്കുന്നു. അവളുടെ ചേട്ടനും ഈ ഒരു തീരുമാനത്തിൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. കാര്യം 3-ാം സഭയുടെ അംഗമായിട്ട് അവൾക്ക് കുടുംബത്തോടൊപ്പം തന്നെ അവൾക്ക് താമസിക്കാനായിട്ട് വീട്ടിൽ തന്നെ ചിലവഴിക്കാനായിട്ട് സാധിക്കും. പക്ഷേ അവൾ അവിടെ ആയിരിക്കുമ്പോൾ അവരുടെ തന്നെ വസ്ത്രങ്ങൾ തന്നെ ആയിരിക്കും, സന്യാസ വസ്ത്രം ധരിച്ചുകൊണ്ട് അവരുടേതായ ചിട്ടകളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഇവരോടൊപ്പം ആയിരിക്കുക. അപ്പോൾ ആ ഒരു തീരുമാനത്തിൽ ചേട്ടനും വളരെ സന്തോഷം തോന്നി. അങ്ങനെ അവർ കർത്താവിൻ്റെ ഹിതം അതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ആ ഒരു വിളിക്കനുസരിച്ചുള്ള ജീവിതം അവിടെ നിന്ന് തന്നെ തുടരുവാനായിട്ട് അവർ നിശ്ചയിക്കുകയാണ്. പിന്നെ അവിടെ ആയിരിക്കുമ്പോഴാണ് വളരെ
നല്ല രീതിയിൽ തൻ്റെ ആ ഒരു ശുശ്രൂഷ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവം അവളെ സഹായിക്കുന്നത്. അവൾക്ക് പ്രത്യേകിച്ച് പാവങ്ങളോടുള്ള ഒരു അനുകമ്പ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ പാവങ്ങളെ ശുശ്രൂഷിക്കുവാനായിട്ട്, രോഗികളെ പരിചരിക്കുവാനായിട്ട്, അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് റോസിന് സാധിച്ചിരുന്നു. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ അവളുടെ ഭവനത്തിൻ്റെ ഒരു ഭാഗം പാവങ്ങൾക്ക് വേണ്ടി, സാധുക്കൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നു. അവർക്ക് വന്ന് താമസിക്കാൻ, അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യുവാനൊക്കെ ആയിട്ട് അവൾ അവിടെ നിന്ന് തന്നെ പരിശ്രമിച്ചിരുന്നു. റോസിൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഭവങ്ങൾ റോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് റോസിൻ്റെ ആ ഒരു തീരുമാനമാണ്. കന്യാസ്ത്രീ ആകണമെന്നുള്ള ഒരു തീരുമാനത്തിന് ശേഷം ആ ഒരു സമയത്ത് അവളുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം. അവളെക്കുറിച്ച് ഇങ്ങനെ പറയാം, ഈശോ വിവാഹ മോതിരം അവൾക്ക് നേരിട്ട് നൽകിയെന്നാണ് പറയപ്പെടുക. അപ്പോൾ ഈശോ ഇങ്ങനെ പറഞ്ഞു, റോസ് നീ എൻ്റെ മണവാട്ടിയായിരിക്കുക എന്ന് പറഞ്ഞ് ഈശോ അവളോട് പറയുന്നത് അവൾ ഒരിക്കൽ ശ്രവിക്കുകയുണ്ടായി. അപ്പോൾ അവളുടെ കയ്യിലൊരു സ്വർണ്ണ മോതിരം പണിയിച്ച് നൽകുകയും അതിൽ ഈ പറഞ്ഞ ഒരു വചനം എഴുതി വെച്ചുകൊണ്ട് തന്നെ ആണ് അവൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്വർണ്ണമോതിരം പണിയിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവൾ പള്ളിയിൽ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന സാക്രിസ്റ്റീൻ്റെ അടുത്ത് പറഞ്ഞ് അത് സക്രൈരിയുടെ അടുത്ത് വയ്ക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അവളുടെ അഭ്യർത്ഥന പ്രകാരം ഈ ഒരു മോതിരം അദ്ദേഹം ആ സക്രൈരിയുടെ അടുത്ത് തന്നെ വയ്ക്കുകയും അവൾ തുടർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതൊരു പെസഹ വ്യാഴാഴ്ച ആണെന്നാണ് പറയപ്പെടുക ഈ ഒരു സംഭവം നടക്കുന്നത്. അതിനുശേഷം ഈസ്റ്റർ ആകുമ്പോൾ അവർ നോക്കുമ്പോൾ ഈ മോതിരം അവളുടെ വിരലിൽ കിടക്കുന്നതായിട്ട് കാണുന്നു. പക്ഷേ എല്ലാവർക്കും അറിയാം ഈ മോതിരം ആരും അവിടെ നിന്ന് എടുത്തിട്ടില്ലെന്നും റോസ് പോയി അവിടെ നിന്ന് നേരിട്ട് എടുത്തിട്ടില്ലെന്നും എല്ലാവർക്കും നല്ല ഉറപ്പാണ്. പക്ഷേ ഈ മോതിരം ആ സക്രാരിയുടെ വിശുദ്ധ കുർബാനയുടെ അടുത്ത് വച്ചിരുന്ന ആ ഒരു മോതിരം എങ്ങനെ റോസിൻ്റെ കയ്യിലെത്തിയെന്ന് ഉള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഈശോ നേരിട്ട് അവളെ സന്ദർശിച്ച നിരവധി അനുഭവങ്ങൾ റോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ റോസും ഈശോയുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം വളരെ ആഴമുള്ളതാണെന്ന് നമുക്ക് ഇങ്ങനത്തെ നിരവധി സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഉണ്ടായിരുന്ന ഒരു റോസിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൾ വളരെയേറെ ത്യാഗം എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ കൃപകൾ ലഭിക്കണമെങ്കിൽ ത്യാഗമില്ലാതെ സാധിക്കുകയില്ല. അപ്പോൾ അവൾ ബോധപൂർവം ത്യാഗങ്ങൾ ജീവിതത്തിൽ എടുത്ത് തന്നെയാണ് ഓരോ കാര്യത്തിനും പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് അവൾ പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ റോസിൻ്റെ ജീവിതത്തിൽ നിരവധി കൂടിക്കാഴ്ചകൾ, ഈശോയുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ, ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ മറ്റൊരു കാര്യം ഇങ്ങനെ പറയാം. ഒരിക്കൽ റോസ് ഡൊമിനിക്കൻ മൂന്നാം സഭയിൽ ചേരാനുണ്ടായ കാരണം, അതിനുണ്ടായ കാരണം മറ്റൊരു സംഭവമായിരുന്നു. റോസ് ഇങ്ങനെ ഒരിക്കൽ ഇൻകാർണേഷൻ സഭയിൽ ചേരുന്നില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് അവിടെ നിന്ന് മടങ്ങി പോകുമ്പോൾ അവൾ ഒരു പൂന്തോട്ടത്തിൻ്റെ ഭാഗത്തൂടെ നടന്നു പോകുമ്പോൾ അവിടെ കുറേ ചിത്രശലഭങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ചിത്രശലഭങ്ങൾ പല വർണ്ണങ്ങളുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു വെള്ളയും കറുപ്പും നിറങ്ങളുള്ള ചിത്രശലഭങ്ങൾ മാത്രം ഇവളുടെ അടുത്ത് വരികയും ഒരു ഹൃദയത്തിൻ്റെ ഷേപ്പിൽ അവളുടെ ശരീരത്തിൽ വന്ന് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ആ ഒരു ഡൊമിനിക്കൻ സഭയിലേക്കാണ് ദൈവം വിളിക്കുന്നതിനുള്ള ഒരു സൂചന നൽകുന്നതായിട്ട് അവൾ തിരിച്ചറിഞ്ഞു. ഇതൊരു അത്ഭുതമായിരുന്നു അവളുടെ ജീവിതത്തിൽ നടന്ന്. അപ്പോൾ ഈ ഒരു അത്ഭുതത്തിൽ നിന്ന്, ഈ ഒരു സംഭവത്തിൽ നിന്ന് അവൾ തിരിച്ചറിയുകയും അങ്ങനെയാണ് അവർ ഡൊമിനിക്കൻ സഭയാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്നുള്ളൊരു അടയാളമായിട്ട് അവൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആത്മീയതയിൽ നിലനിൽക്കാനായിട്ട് റോസ് കണ്ടെത്തിയിരുന്ന മറ്റു മാർഗങ്ങളെന്ന് പറയുന്നത് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന എന്തെങ്കിലും സങ്കടങ്ങൾ, ലോകത്തിലെ പാപങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് സ്വന്തമായിട്ട് അവൾ ത്യാഗം എടുത്ത് അവൾ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അവളുടെ ആ ഒരു കൗമാര കാലഘട്ടത്തിലൊരു സംഭവം നടക്കുന്നുണ്ട്. ഇതുപോലെ അവൾക്ക് നല്ല സൗന്ദര്യമുണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അവളെ കുറച്ചും കൂടി ഭംഗിയായിട്ട് നടക്കാനായിട്ട്, അവളെ സഹായിക്കാൻ, സൗന്ദര്യത്തോടെ നടക്കാനായിട്ട് സഹായിക്കാൻ അവളെ ഒരിക്കലും നിർബന്ധപൂർവ്വം അവളുടെ ഒരു പൂമാല തലയിൽ അണിയാനായിട്ട് അവളുടെ അടുത്ത് പറയുന്നുണ്ട്, മുടിയിൽ അണിയാനായിട്ട്. പക്ഷേ അവൾക്ക് അത് തീരെ താല്പര്യമില്ലായിരുന്നു. പക്ഷേ അമ്മയുടെ നിർബന്ധം മൂലമാണ് അവളത് ധരിക്കാനായിട്ട് പിന്നെ തീരുമാനിക്കുക. അപ്പോൾ അവളത് തലയിൽ അത് ധരിക്കുമ്പോൾ അവൾ അതിൻ്റെ ഇടയ്ക്ക് സൂചി കുത്തിവെച്ച് അവളുടെ ശിരസ് വേദനിക്കുന്ന രീതിയിൽ തന്നെ സൂചി കൊണ്ട് കുത്തി കയറ്റിയാണ് അവൾ മുടിയിൽ ധരിക്കുക.
അപ്പോൾ ചെറുപ്പം മുതൽ ഇങ്ങനെ തന്നെ ഓരോരോ കാര്യങ്ങൾ ബോധപൂർവ്വം അവൾ ത്യാഗം എടുത്ത് തന്നെയാണ് അവൾ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത്. അതുപോലെ തന്നെ മുതിർന്നു കഴിഞ്ഞപ്പോൾ അവളുടെ ഒരു യൗവന കാലഘട്ടത്തിൽ പോലും സാധാരണ യുവതികൾക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ലോകത്തിൻ്റെതായ ചിന്തകളിലേക്കൊന്നും വീണു പോകാതിരിക്കാൻ വേണ്ടി അവൾ സ്വന്തമായിട്ട് എടുത്തുന്ന ത്യാഗങ്ങളിൽ മറ്റൊന്നാണ് ചാട്ടവാറടി സ്വന്തമായിട്ട് ഏൽപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ചമ്മട്ടിയടികൾ ഏൽക്കുന്ന സമയത്ത് പലപ്പോഴും അവളുടെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിച്ചിരുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അവളുടെ ആത്മീയ ജീവിതത്തിന് കൂടുതൽ ശക്തി കൂട്ടുകയും അതോടൊപ്പം കൂടുതൽ കൃപ ദൈവത്തിൽ നിന്ന് സ്വായത്തമാക്കുവാനൊക്കെ ആയിട്ട് അവളെ സഹായിച്ചിരുന്നു. അതുപോലെ അവൾ ശിരസിലെ ഒരു പൂക്കളുള്ള, നമ്മൾ പുറമേ നോക്കുമ്പോൾ പുഷ്പങ്ങളുള്ള ഒരു മുടി, ഒരു ക്രൗൺ അവൾ കിരീടം പോലെ അവൾ ധരിച്ചിരുന്നു. അപ്പോൾ നമ്മൾ കൂടുതലും വിചാരിക്കുക അവൾ കൂടുതൽ സൗന്ദര്യം കൂട്ടാനാണ് ഇത് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ അത് അവളുടെ ആത്മീയ സൗന്ദര്യമാണ് കൂട്ടിയിരുന്നത്. കാര്യം പുറത്തു നിന്ന് കാണാത്ത ഒരു സംഭവം അതിലുണ്ടായിരുന്നു. അതായത് ഈ ഒരു പുഷ്പ കിരീടത്തിൽ അവൾ ആരും അറിയാതെ തന്നെ ചെറിയ ആണികൾ അതിൽ വച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവളുടെ ശിരസിൽ വളരെ ആഴത്തിൽ കുത്തി കയറ്റിയാണ് അവൾ ഈ ഒരു കിരീടം ധരിക്കുക. അത് മറ്റാർക്കും അറിയില്ലായിരുന്നു ആ ഒരു സമയത്ത്. ഇതുകൂടാതെ അവൾ ചെയ്തിരുന്ന മറ്റൊരു പ്രായശ്ചിത്ത പ്രവൃത്തിയാണ് മുള്ളരിഞ്ഞാണം ധരിക്കുന്നത്. അപ്പോൾ ഇതും അവൾ ആരും അറിയാതെ തന്നെ ചെയ്തിരുന്നതാണ്. വളരെ ടൈറ്റായിട്ടാണ് അവൾ ആ ഒരു മുള്ളരിഞ്ഞാണം ധരിച്ചിരുന്നത്. അപ്പോൾ അവളുടെ ഒരു കുമ്പസാരക്കാരനോട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവൾ സംസാരിക്കുമ്പോൾ ആ വൈദികൻ അവളോട് ഈ ഒരു പരിഹാര പ്രവൃത്തി തൽക്കാലത്തേക്ക് നിർത്തിവെക്കാനായിട്ട് അവളോട് ആവശ്യപ്പെടുന്നുണ്ട്. കാര്യം അതികഠിനമായ പരിഹാര പ്രവൃത്തികളാണ് അവൾ ചെയ്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് അവളുടെ ആരോഗ്യത്തെ സാരമായിട്ട് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം അദ്ദേഹം ഈ ഒരു കാര്യം അവളോട് ആവശ്യപ്പെടുക, മുള്ളരിഞ്ഞാണ് മാറ്റി വയ്ക്കാനായിട്ട്. പക്ഷേ ആദ്യം അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ അനുസരിച്ചുകൊണ്ട് അവളത് കുറച്ച് സമയത്തേക്ക് അവൾ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അതിനെ 2-3 മടക്കാക്കി വീണ്ടും അവൾ ശരീരത്തിൽ അത് ധരിക്കുകയാണ്. അപ്പോൾ ഇത് ധരിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് മുമ്പത്തേക്കാൾ വേദന ഇരട്ടിക്കുകയാണ്, കഠിനമാകുകയാണ്. എന്നിട്ട് അവൾ ആ ചങ്ങലയിൽ പൂട്ടി അതിൻ്റെ താക്കോലെടുത്ത് എറിഞ്ഞു കളയും. കാര്യം താൻ ഇനി അത് ശരീരത്തിൽ നിന്ന് മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, ഇനി ഒരിക്കലും അതിന് ഉദ്യമിക്കുകയും ഇല്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ആ താക്കോലെടുത്ത് അവൾ എറിഞ്ഞു കളയുന്നത്. പക്ഷേ ഈ ഒരു സംഭവത്തിന് ശേഷം അവളുടെ ആ ഒരു വേദന കൂടുതലായിട്ട് വർദ്ധിക്കുകയും അത് ഊരി മാറ്റേണ്ട അവസ്ഥയായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വീട്ടുകാരെ അറിഞ്ഞ് അവർ ഒരു തട്ടാശനെ വിളിച്ച് അത് ഊരി മാറ്റാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ റോസ് അതിന് സമ്മതിക്കുന്നില്ല. തൻ്റെ ശരീരത്തിൽ മറ്റാരും സ്പർശിക്കാനായിട്ട് അവൾ അനുവദിക്കില്ല എന്ന് അവൾക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഈ ഒരു ഉദ്യമത്തിന് യാതൊരു കാരണവശാലും അനുവദിക്കില്ല എന്ന് അവൾ ഉറപ്പിച്ച് പറയുകയാണ് വീട്ടുകാരോട്. അങ്ങനെ ഇതിന് പരിഹാരമായിട്ട് തനിക്ക് അവളുടെ മുന്നിൽ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല, താക്കോലുമില്ല. ഇത് ഊരി മാറ്റാനായിട്ട് മറ്റൊരാളെ അപ്രോച്ച് ചെയ്യാനായിട്ടും സാധിക്കുകയില്ല. അങ്ങനെ അവൾ ഈ ഒരു വേദന മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അവൾ മാതാവിൻ്റെ മുമ്പിൽ പോയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ അവിടെ മറ്റൊരു അത്ഭുതം നടക്കുകയാണ്. ഈ മുള്ളരിഞ്ഞാണം താനെ അവിടെ അഴിഞ്ഞു വീഴുന്നു. അങ്ങനെ എല്ലാ കാര്യത്തിലും, റോസിൻ്റെ ജീവിതത്തിലെ ചെറിയ കാര്യത്തിൽ പോലും ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. റോസിൻ്റെ ജീവിതത്തിൽ ഇത് കൂടാതെ മറ്റ് പല പീഡകളും അവളുടെ ജീവിതത്തിൽ അവൾക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് അവളുടെ പ്രാർത്ഥനാ സമയങ്ങളിലെല്ലാം പലപ്പോഴും പൈശാചിക പീഡകൾ, പിശാച് വന്ന് അവളെ നിലത്തിട്ട് ഇഴയ്ക്കുന്ന അനുഭവങ്ങൾ, അങ്ങനെ പല പല സംഭവങ്ങൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ അവസരങ്ങളിലെല്ലാം അവളുടെ ആ ഒരു പ്രാർത്ഥന ജീവിതം കൊണ്ട് തന്നെ ഇതിനെല്ലാം തരണം ചെയ്യുവാനായിട്ട് അവൾക്ക് സാധിച്ചിരുന്നു. അതുകൂടാതെ മറ്റൊരു കാര്യമാണ് അവളുടെ ആത്മീയ ജീവിതത്തിൽ അവളെ ശക്തമായി അലട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ആത്മീയ വളർച്ച, അല്ലെങ്കിൽ ഡെസേർട്ട് എക്സ്പീരിയൻസ് ആ ഒരു സിറ്റുവേഷൻ അവളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. പലപ്പോഴും ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഏകദേശം 15 വർഷത്തോളം അവൾ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നാണ് പറയുക. അപ്പോൾ ആ അവസരങ്ങളിലും എല്ലാം അവൾക്ക് തൻ്റെ ആ ഒരു ആത്മീയതയിൽ നിന്ന് വിട്ടുപോകാതെ ഈശോയോടുള്ള ആ സ്നേഹത്തിൽ നിലനിൽക്കുവാനായിട്ട് അവൾ പരമാവധി പരിശ്രമിച്ചു. അവസാനം വരെ അവൾ അതിനു വേണ്ടിയിട്ട് നിലകൊള്ളുകയും ചെയ്തു എന്നുള്ളതാണ്. റോസിന് തൻ്റെ മരണത്തെക്കുറിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. റോസ്
31 വയസ്സ് വരെ മാത്രമാണ് ഈ ലോകത്തിൽ ജീവിച്ചിരുന്നത്. അവൾക്ക് ഈശോ നേരത്തെ വെളിപ്പെടുത്തി കൊടുത്തു, വിശുദ്ധ ബർത്തലോമിയോയുടെ തിരുനാൾ ദിനമായിരിക്കും അവളുടെ മരണം സംഭവിക്കുകയെന്ന്. അപ്പോൾ തൻ്റെ പ്രിയ മണവാളനെ കാണാനായിട്ട് വളരെ ആകാംക്ഷയോടെ തന്നെ ആണ് റോസ് കാത്തിരുന്നത്. അപ്പം മരണത്തെ ഏറ്റവും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി തന്നെയാണ് റോസ് സ്വീകരിക്കാനായിട്ട് കാത്തിരുന്നത്. റോസിന് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടമായപ്പോൾ അവൾക്ക് ശ്വാസകോശ സംബന്ധമായ ഒരു രോഗം പിടിപെടുകയാണ്. അപ്പോൾ അത് മൂർധന്യ അവസ്ഥയിലെത്തുന്നുണ്ട്. പലരും ഈ ദിവസങ്ങളിൽ അവളെ വന്ന് സന്ദർശിക്കുകയും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. റോസ് തന്നെ അവൾക്ക് പറ്റുന്ന രീതിയിൽ ശ്വാസം എടുക്കാൻ സാധിക്കുന്ന രീതിയിലൊക്കെ അവരെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും താൻ തൻ്റെ പ്രിയ മണവാളനെ കാണാനായിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞ് കാണാൻ വന്നവരോടെല്ലാം അവൾ വളരെ സൗമ്യതയോടുകൂടിയും ശാന്തതയോടുകൂടിയും സംസാരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ കിടക്കയിൽ വെച്ച് അവൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്. തിരുപ്പാതയും സ്വീകരിച്ച് കൊണ്ട് തന്നെയാണ് അവൾ മരണപ്പെടുക. വിശുദ്ധ കുർബാനയോടൊപ്പം തന്നെ വിശുദ്ധ കുമ്പസാരവും ഒക്കെ നടത്തി റോസിൻ്റെ ജീവിതം ഏറ്റവും പരിശുദ്ധിയോടും കൂടി ശുദ്ധതയോടും കൂടി തന്നെയാണ് അവൾ ഈശോയ്ക്ക് സമർപ്പിക്കുന്നത്. അവൾ മരിക്കുന്നത് 1617 വിശുദ്ധ ബർത്തലോമിയുടെ തിരുനാൾ ദിവസം തന്നെയാണ് റോസ് മരണപ്പെടുക. റോസിൻ്റെ മരണശേഷം അവിടെ ആകമാനം നല്ലൊരു സുഗന്ധം പരന്നു എന്നാണ് പറയുന്നത്. റോസിൻ്റെ ആ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അവളുടെ ജീവിതം കൊണ്ട് തന്നെ അവൾ ഈശോയുടെ സുഗന്ധം ലോകം മുഴുവൻ താനായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അവൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഈശോയുടെ സൗരഭ്യം പരത്തിക്കൊണ്ട് മറ്റുള്ളവരെ ഈശോയിലേക്ക് ആകർഷിക്കുവാനായിട്ട് റോസ് പരിശ്രമിച്ചു. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മളാലാകുന്ന വിധം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് നമ്മളുടെ പരിമിതമായ സാഹചര്യങ്ങളിൽ പോലും കഴിയുന്നത്ര ത്യാഗപ്രവൃത്തികൾ എടുത്തുകൊണ്ട് തന്നെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ജീവിതം മാറ്റിവെക്കുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം.